നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈറിച്ച് കേസ് അന്വേഷണം സിബിഐക്ക് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 750 കോടിയുടെ തട്ടിപ്പെന്ന് ആഭ്യന്തര വകുപ്പ്. കേന്ദ്ര സോഫ്റ്റ്വെയറാണ്, കേരളത്തിന് ഒന്നും ചെയ്യാനാകില്ല, മന്ത്രി ഗണേഷ് കുമാർ. പുലിവാലായി പുക പരിശോധന. പാനൂർ സ്ഫോടനം, അറസ്റ്റിലായവരിൽ ഡിവൈഎഫ്ഐ ഭാരവാഹികളും. സ്ഥിരീകരിച്ച് നേതൃത്വം, പങ്കുണ്ടെങ്കിൽ അംഗീകരിക്കില്ല. മണിപ്പൂർ സംഘർഷത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. ഹൈറിച്ച് തട്ടിപ്പ് കേസ് അന്വേഷണം സിബിഐക്ക് വിട്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. DGPയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക പരിശോധനാ വിഭാഗമാണ് അന്വേഷണം നടത്തുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെക്കാൾ കേന്ദ്ര ഏജൻസിക്ക് കൈമാറുന്നത് അഭികാമ്യമെന്നാണ് DGPയുടെ വിലയിരുത്തൽ. ഇഡിയും കേസ് അന്വേഷണം നടത്തുകയാണ്. 750 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണക്ക്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസിന്റെ മറവിൽ 1600 കോടിയിലേറെ രൂപ വിവിധ വ്യക്തികളിൽ നിന്ന് ശേഖരിച്ച് ഹൈറിച്ച് ഉടമകൾ OTT പ്ലാറ്റ്ഫോമിന്റെ പേരിലും ഇടപാട് നടത്തിയെന്നാണ് ഇഡി കണ്ടെത്തൽ. ഓഹരി വാഗ്ദാനം ചെയ്ത ഒരാളിൽ നിന്ന് 5 ലക്ഷം വീതം 200-ലേറെ പേരിൽ നിന്ന് പണം പിരിച്ചതായാണ് കണ്ടെത്തൽ. ഏതാണ്ട് 12 ലക്ഷത്തിലേറെ വരിക്കാർ ഉണ്ടെന്നും അവകാശപ്പെട്ടിരുന്നു. ഹൈറിച്ച് OTT എന്ന പേരിൽ ഉടമകൾ പുറത്തിറക്കിയ ഈ പ്ലാറ്റ്ഫോം വാങ്ങിയത് വിജേഷ് പിള്ളയിൽ നിന്നാണെന്നാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് പ്രതാപനും ഭാര്യ ശ്രീനയും നൽകിയ മൊഴി. എത്ര കോടി രൂപയാണ് വിജേഷ് പിള്ളയ്ക്ക് നൽകിയതെന്നടക്കം ഇഡി പരിശോധിക്കുന്നുണ്ട്. പുക പരിശോധനയിൽ കൂടുതൽ വാഹനങ്ങൾ പരാജയപ്പെടുന്നതിൽ സംസ്ഥാന സർക്കാരിനെ ഒന്നും ചെയ്യാനാകില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കേന്ദ്ര സർക്കാരിന്റെ സോഫ്റ്റ്വെയർ ആയതിനാൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ല. പുക പരിശോധനയിൽ വാഹനങ്ങൾ പരാജയപ്പെടുന്നുവെന്ന് നിരവധി പരാതികളാണ് വകുപ്പിൽ ലഭിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥരോട് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും മിക്ക പരാതികളും കഴമ്പില്ലെന്നാണ് കണ്ടെത്തിയതെന്നും മന്ത്രി പറഞ്ഞു. നേരത്തെ പലയിടത്തും പുക പരിശോധന സംവിധാനം കൃത്യമായിരുന്നില്ല. പരിശോധന കൃത്യമാണെങ്കിൽ മാത്രമേ ഫലം അനുകൂലമാകുമെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയെന്നും മന്ത്രി പറഞ്ഞു. പുക പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത്. നേരത്തെ നിരവധി പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പിൽ എത്തിയത്. ഒന്നിലേറെ തവണ പരിശോധന നടത്തിയിട്ടും പുക പരിശോധന പരാജയപ്പെട്ടുവെന്ന് നിരവധി പേർ അഭിപ്രായപ്പെട്ടു. പുക പരിശോധനയ്ക്ക് എത്തുന്ന വാഹനങ്ങളെല്ലാം വിജയിക്കുന്ന രീതി ഇനി ഉണ്ടാകില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. കേന്ദ്ര ചട്ടപ്രകാരം സംസ്ഥാനത്തെ പെട്രോൾ വാഹനങ്ങളുടെ പുക പരിശോധന പരിഷ്കരിച്ച മാർച്ച് 17 മുതൽ 31 വരെ 91.15% വാഹനങ്ങളാണ് വിജയിച്ചതെന്നും 8.85% പരാജയപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പാനൂർ കേസിൽ അറസ്റ്റിലായവരിൽ ഡിവൈഎഫ്ഐ ഭാരവാഹികളുമുണ്ടെന്ന് സ്ഥിരീകരിച്ച് നേതൃത്വം. അമൽ ബാബു, സായോജ്, അതുൽ എന്നിവർ പ്രാദേശിക യൂണിറ്റ് ഭാരവാഹികളാണ്. എന്നാൽ ഇവർ സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയവരാകാമെന്നും പങ്കുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. അവിടെ അങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ ധാരാളം ആളുകളെത്തി. ആ കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതൃനിരകളിലുള്ളവരും എത്തി. അവർക്ക് ബോംബ് നിർമ്മാണത്തിൽ പങ്കുണ്ടെങ്കിൽ അംഗീകരിക്കില്ല. തെരഞ്ഞെടുപ്പിന് മുൻനിർത്തി വ്യാപകമായ നിലയിൽ ഡിവൈഎഫ്ഐ ബോംബുണ്ടാക്കുന്ന സംഘടനയാണെന്ന് പ്രചരിപ്പിക്കുകയാണെന്നും VK സനോജ് കുറ്റപ്പെടുത്തി. പോലീസ് പിടികൂടിയവർക്ക് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഇന്നലെ പറയുന്നത്. എന്നാൽ അമൽ ബാബു, മിഥുൻ എന്നിവർക്ക് പാർട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ മാത്രം തള്ളിപ്പറഞ്ഞും കേസുമായി ബന്ധമുള്ള മറ്റുള്ളവരെ ന്യായീകരിച്ചുമുള്ള CPMന്റെ പുതിയ നിലപാട്. മണിപ്പൂർ സംഘർഷത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായതെല്ലാം മണിപ്പൂരിൽ ചെയ്തുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സർക്കാർ ഇടപെട്ടതോടെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടു. അമിത്ഷാ മണിപ്പൂരിൽ തങ്ങി സ്ഥിതിഗതികൾ വിലയിരുത്തിയതാണെന്നും ആസാമിലെ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോദി പറഞ്ഞത്. സർക്കാർ സമയബന്ധിതമായി ഇടപെട്ടുവെന്നും മോദി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ച് കേന്ദ്ര സർക്കാർ സഹായം തുടരുന്നുണ്ട്. കലാപബാധിതർക്കുള്ള സഹായവും പുനരധിവാസ പ്രവർത്തനങ്ങളും ഇപ്പോഴും മണിപ്പൂരിൽ തുടരുന്നുണ്ടെന്നും മോദി പറഞ്ഞു. വടക്കുകിഴക്ക് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മോദി വിശദമായി അഭിമുഖത്തിൽ പറയുന്നുണ്ട്.